നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല. പോറ്റി ആവശ്യപ്പെട്ടപ്പോൾ പലപ്പോഴും കൂടെ പോയെന്ന് സമ്മതിച്ച് അടൂർ പ്രകാശ്. സോണിയെ കണ്ടതിൽ ഇന്നും മറുപടിയില്ല. മത്സരവീര്യത്തിൽ പരിമിതികളില്ലാതെ ബഡ്സ് ഒളിമ്പിയ. പാർട്ടി ഫണ്ട് വെട്ടിച്ചു. പയ്യന്നൂർ MLA-ക്കെതിരെ പഴയ ആരോപണവുമായി മുൻ ഏരിയ സെക്രട്ടറി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മത്സരവീര്യത്തിൽ പരിമിതികളില്ലാതെ ബഡ്സ് ഒളിമ്പിയ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഭിന്നശേഷി കുട്ടികളുടെ സംസ്ഥാനതല കായികമേള ബഡ്സ് ഒളിമ്പിയ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വർണ്ണാഭമായ തുടക്കം. 14 ജില്ലകളിലെയും ബഡ്സ് കായിക താരങ്ങൾ അണിനിരന്ന മാർച്ച് പാസ്റ്റ്, ദീപശിഖ പ്രയാണം, പതാക ഉയർത്തൽ എന്നിവയോടെ ആരംഭിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിഷ ദീപക് അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷി കുട്ടികളിൽ കായികശേഷി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരങ്ങൾ നടത്തുന്നത്. സംസ്ഥാനത്തെ ബഡ്സ് സ്കൂൾ, BRC സ്ഥാപനങ്ങളിൽ നിന്നുള്ള 380 തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങളാണ് വ്യത്യസ്ത ഇനങ്ങളിൽ മത്സരിക്കുന്നത്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചു നടത്തുന്ന കായികമേള 24-ന് സമാപിക്കും. സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ N ഷാജിദ് മാസ്റ്റർ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ഷിജി, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ SKP സക്കറിയ, KV ഷക്കീൽ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ അരുൺ P രാജൻ എന്നിവർ പങ്കെടുത്തു. വീൽചെയർ റേസിൽ കണ്ണൂരിന് ആദ്യ സ്വർണം നൽകി അരുൺ ബാബു. കുടുംബശ്രീ സംസ്ഥാന ബഡ്സ് ഒളിമ്പിയയുടെ ആദ്യ ദിനം കണ്ണൂരിന്റെ ആദ്യ സ്വർണം പൊരുതി നേടി അരുൺ ബാബു. സീനിയർ ഹയർ എബിലിറ്റി വീൽചെയർ റേസിൽ വാശിയേറിയ പോരാട്ടത്തിന് ഒടുവിൽ ആണ് അരുണിന്റെ സ്വർണ്ണ നേട്ടം. ജില്ലാതലത്തിലും ഇതേ ട്രാക്കിലെ വിജയം ആവർത്തിക്കാൻ ആയത് ഇരട്ടി മധുരമായി. കുറ്റ്യാട്ടൂർ കുടുംബശ്രീ CDS-നു കീഴിലെ സ്നേഹതീരം ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥിയാണ് 27-കാരനായ അരുൺകുമാർ. ക്രിക്കറ്റും ഫുട്ബോളുമാണ് ഇഷ്ടവിനോദം. കണ്ണൂരിനു വേണ്ടി ആദ്യ സ്വർണം നേടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ഇത്തവണ കപ്പ് കണ്ണൂരിന്റെ മണ്ണിലേക്ക് തന്നെ വരും എന്ന ശുഭപ്രതീക്ഷയിലുമാണ് അരുൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അനുവദിച്ച 3 അമൃത് ഭാരത് ട്രെയിനുകളുടെയും ഒരു പാസഞ്ചർ ട്രെയിനിന്റെയും ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചു. പുത്തരിക്കണ്ടം മൈതാനത്തായിരുന്നു ചടങ്ങ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുത്തു. തോന്നയ്ക്കലിലെ ബയോ ലൈഫ് സയൻസ് പാർക്കിൽ നടപ്പാക്കുന്ന CSI RNITC ഇന്നോവേഷൻ ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ഹബ്ബ്, ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പുതിയ റേഡിയോ സർജറി സെന്റർ, പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പുതിയ കെട്ടിടം എന്നിവ ഉദ്ഘാടനം ചെയ്തു. PM സ്വാനിധി പദ്ധതിയുടെ കീഴിൽ 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ക്രെഡിറ്റ് കാർഡ് വായ്പയും നൽകുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. 3 അമൃത് ഭാരത് ട്രെയിനുകളും ഒരു പാസഞ്ചർ ട്രെയിനുമാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം നോർത്ത്, തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക പരിപാടികളും പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം നടന്നു. തിരുവനന്തപുരം സെൻട്രൽ താമ്പരം അമൃത് ഭാരത് എക്സ്പ്രസ്, നാഗർകോവിൽ ജംഗ്ഷൻ, മംഗളൂർ ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ് എന്നിവ പ്രധാന വേദിയിൽ മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതേസമയം തിരുവനന്തപുരം നോർത്ത് ചർലപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം നോർത്തിൽ നിന്നും തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ തൃശൂരിൽ നിന്നും സർവീസ് ആരംഭിച്ചു. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പ്രധാനമന്ത്രി എത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ ആവശ്യം ഉന്നയിച്ചത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പല പദ്ധതികളും കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടതാണെന്നും അവ യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുറന്നു സംബന്ധിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. പോറ്റി ക്ഷണിച്ചിട്ട് വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും താൻ പോയിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പോറ്റിയുടെ വീട്ടിൽ നിത്യസന്ദർശകനാണ് അയൽക്കാർ പറയുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പെയ്ഡ് സാക്ഷികളെ കുറിച്ച് ഇതിനു മുൻപ് താൻ കേട്ടിട്ടില്ല എന്നായിരുന്നു മറുപടി. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിക്ക് എങ്ങനെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചു എന്നതിൽ UDF കൺവീനർ ഇന്നും മറുപടി നൽകിയില്ല. 2019 MP ആയ ശേഷമാണ് താൻ ആദ്യമായി പോറ്റിയെ കാണുന്നതെന്ന് അടൂർ പ്രകാശ് ആവർത്തിച്ചു. അന്നദാനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു. ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പോറ്റിയുടെ പിതാവ് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടതനുസരിച്ച് പോയത്.
പിന്നീട് പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് താൻ ഒറ്റക്കായിരുന്നില്ല. KPCC ജനറൽ സെക്രട്ടറി രമണി പാൻ നായരും ഒപ്പമുണ്ടായിരുന്നു. മണ്ഡലത്തിൽപ്പെട്ട ആളെന്ന നിലയിലാണ് അവിടെ പോയത്. പിന്നീട് പോറ്റി വീട് വെച്ച് നൽകുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ താക്കോൽദാനം നിർവഹിക്കാൻ പോയിട്ടുണ്ട്. ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തിയതും സോണിയാഗാന്ധിയെ കാണാൻ ഒപ്പം പോയതും പോറ്റി ആവശ്യപ്പെട്ടിട്ടാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ബംഗളൂരുവിൽ താനും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പോറ്റി വിളിക്കുകയായിരുന്നു. പുറത്തുവന്ന ചിത്രങ്ങളിൽ കാണുന്ന കവറിൽ സഹോദരിയുടെ മകളുടെ എന്തോ ചടങ്ങുമായി ബന്ധപ്പെട്ട ക്ഷണപത്രമാണെന്നാണ് ഓർമ്മ. അവിടെ വെച്ച് തനിക്ക് ഉപഹാരമായി തന്നത് ഈന്തപ്പഴമോ മറ്റെന്തോ ആയിരുന്നു. കൂടെ ഉണ്ടായിരുന്ന രമേശ് ബാബുവിനെ അറിയില്ല. പോറ്റി ഡൽഹിയിൽ വന്നിട്ട് വിളിച്ചപ്പോൾ തന്റെ മണ്ഡലത്തിൽപ്പെട്ട വ്യക്തി എന്ന നിലയിലാണ് സോണിയാഗാന്ധിയെ കാണാൻ കൂടെ പോയത്. സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് ലഭിച്ചെന്നും MP എന്ന നിലയിൽ കൂടെ വരണം എന്നും പോറ്റി ആവശ്യപ്പെട്ടു. എന്നാൽ സോണിയാഗാന്ധിയെ പോറ്റിയെ കണ്ടത് താൻ വഴിയില്ലെന്നും UDF കൺവീനർ പറഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോക്സോ പ്രതിയുടെ പരാക്രമം. ക്യാബിൻ ചില്ലുകൾ അടിച്ചു തകർത്തു. ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച പോക്സോ കേസ് പ്രതി പോലീസിന്റെ മുന്നിൽ വെച്ച് ട്രോമ കെയർ യൂണിറ്റിന്റെ ക്യാബിൻ ചില്ലുകൾ അടിച്ചു തകർത്തു. തിരുനെൽവേലി സ്വദേശി പരമശിവമാണ് പരാക്രമം നടത്തിയത്. പോലീസ് കസ്റ്റഡി നടപടിയുടെ ഭാഗമായി വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചതായിരുന്നു ഇയാളെ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ ക്യാബിന്റെ ചില്ലാണ് അടിച്ചു തകർത്തത്. തലനാരിഴയ്ക്കാണ് മറ്റ് രോഗികളും ജീവനക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. മുൻപ് ഇയാൾ വളപട്ടണം പോലീസ് ജീപ്പും അടിച്ചു തകർത്തിരുന്നു. ഇയാൾക്കെതിരെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MK ഷാജ് കണ്ണൂർ സിറ്റി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ സ്റ്റാഫ് കൗൺസിൽ പ്രതിഷേധിച്ചു. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി C പ്രമോദ് കുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ, സ്റ്റാഫ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി അജയ് കുമാർ കരുവള്ളൂർ, രാജേഷ് കുമാർ കാങ്കോൽ, KC സെമിലി, ഷീജ പീതാംബരൻ എന്നിവർ സംസാരിച്ചു. 10 മാസം മുൻപ് രോഗിയെ സന്ദർശിക്കാൻ എത്തിയാൽ സെക്യൂരിറ്റി ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ചെറിയ വാക്കേറ്റങ്ങളും മറ്റും പതിവ് സംഭവങ്ങളായി മാറുകയാണ്. ഈ സാഹചര്യത്തിൽ ജില്ലാ ആശുപത്രിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് ശക്തിപ്പെടുത്തണമെന്നും സ്റ്റാഫ് കൗൺസിൽ ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തീകരിച്ചു. 2026 കേരള നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന ജില്ലയിൽ പൂർത്തീകരിച്ചു. കണ്ണൂർ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ EVM VVPAT വെയർഹൌസിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ജനുവരി 3 മുതൽ 22 വരെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിന്റെ 11 എഞ്ചിനീയർമാരാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തീകരിച്ചത്. ഇതിനുശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതികൾ ഉൾപ്പെടെ മോക്ക് പോൾ ചെയ്ത് മെഷീനുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്തു. ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2177 ബൂത്തുകളിലേക്ക് വോട്ടിംഗിനായി 2721 ബാലറ്റ് യൂണിറ്റുകൾ, 2721 കൺട്രോൾ യൂണിറ്റുകൾ, 2939 VVPATകൾ എന്നിവയുടെ പ്രാഥമിക പരിശോധനയാണ് പൂർത്തിയായിട്ടുള്ളത്. ജനുവരി 21-22 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ 5% മെഷീനുകളാണ് മോക്ക് പോൾ നടത്തി കൃത്യത ഉറപ്പുവരുത്തിയത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ E രമേശൻ, M ഗംഗാധരൻ, K വത്സൻ, ജോൺസൺ P തോമസ്, K നസീർ എന്നിവർ പങ്കെടുത്തു. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തിരഞ്ഞെടുത്ത 28 മെഷീനുകളിൽ 1200 വോട്ടുകളും 55 മെഷീനുകളിൽ 1000 വോട്ടുകളും 55 മെഷീനുകളിൽ 500 വോട്ടുകളും ചെയ്താണ് മെഷീനുകളുടെ കൃത്യത ഉറപ്പുവരുത്തിയത്. എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായ ശേഷം പോലീസ് സുരക്ഷയിൽ ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ K വിജയന്റെ സാന്നിധ്യത്തിൽ വെയർഹൌസ് സീൽ ചെയ്തു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ BD-KK, FLC സൂപ്പർവൈസർ JN A, ജൂനിയർ സൂപ്രണ്ട് സുനിൽകുമാർ P എന്നിവർ മോക്ക് പോളിന് നേതൃത്വം നൽകി. നൈപുണ്യ പഠനത്തിന്റെ പുത്തൻ മാതൃകയുമായി ക്രിയേറ്റീവ് കോർണറുകൾ. സ്കൂളുകളിൽ കുട്ടികളുടെ നൈപുണ്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ക്രിയേറ്റീവ് കോർണറുകൾ ജില്ലയിൽ സജീവമാകുന്നു. ജില്ലയിൽ ക്രിയേറ്റീവ് കോർണറുകൾ അനുവദിച്ച 53 വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർക്കുള്ള പരിശീലനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ് അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളോടൊപ്പം വിവിധ പ്രവൃത്തി പഠനത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് പഠനത്തെ കൂടുതൽ പ്രവർത്തനാശ്രിതവും സാമൂഹ്യബന്ധിതവും ക്രിയാത്മകവുമാക്കിയാണ് ക്രിയേറ്റീവ് കോർണറിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ തൊഴിൽ നൈപുണി പരിചയപ്പെടുത്തുന്ന ഇത്തരം പദ്ധതികൾ പഠനാന്തരീക്ഷത്തെ കൂടുതൽ പുതുമയുള്ളതാക്കി മാറ്റും. പ്രൈമറി തലത്തിൽ സ്വന്തം അഭിരുചി മേഖലയെ തിരിച്ചറിയാനും വികസിപ്പിക്കുവാനുമുള്ള അവസരമാണ് ക്രിയേറ്റീവ് കോർണറുകൾ നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ സ്ഥാപിക്കുന്ന ക്രിയേറ്റീവ് കോർണറുകൾ പ്രദേശത്തെ മറ്റ് പൊതുവിദ്യാലയങ്ങൾക്കും പ്രയോജനപ്പെടുത്താനുള്ള അവസരം കൂടിയാണ്. കണ്ണൂർ DO വി ദീപ, DPO ഡോക്ടർ PK സബിത്ത് എന്നിവർ സംസാരിച്ചു. T സൈനുദ്ദീൻ, U സതീശൻ, ജ്യോതിറാം, അതുൽ കൃഷ്ണൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. KSRTC ഇനി വേറെ ലെവൽ. ബസ്സിലെത്തും ചൂടൻ ചെക്കിംഗ് വിഭവങ്ങൾ. KSRTCയുടെ ദീർഘദൂര ബസ്സുകളിൽ ഇനി ചെക്കിംഗ് വിഭവങ്ങൾ ലഭിക്കും. യാത്രക്കാർക്ക് ബസ്സിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യാം. അടുത്ത ബസ് സ്റ്റാൻഡിലോ റൂട്ടിലുള്ള ചെക്കിംഗ് സ്റ്റോറുകളിൽ നിന്നോ ഭക്ഷണം പാർസലായി സീറ്റുകളിൽ എത്തും. KSRTCയും ചെക്കിംഗുമായി ഇത് സംബന്ധിച്ച് ധാരണയായതായി മന്ത്രി KB ഗണേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 സൂപ്പർ ക്ലാസ് സർവീസുകളിലും ബജറ്റ് ടൂറിസം യാത്രകളുമാകും ഭക്ഷണ വിതരണം
ക്രമേണ മറ്റ് ദീർഘദൂര ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കും. യാത്രക്കാർക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനായി ബസ്സിൽ QR കോഡ് പതിക്കും. ഇത് സ്കാൻ ചെയ്യുമ്പോൾ വിഭവങ്ങളുടെ പട്ടികയും അടുത്ത ഭക്ഷണശാലയുടെ വിവരം ലഭിക്കും. ബസ് സ്റ്റാൻഡിലോ റൂട്ടിലുള്ള ചെക്കിംഗ് ഔട്ട്ലെറ്റിലോ എത്തുമ്പോൾ ഭക്ഷണം എത്തും വിധമാണ് ക്രമീകരണം. ബുക്കിംഗിന് പ്രത്യേക വെബ്സൈറ്റ് ഉടൻ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുനിരക്കിനേക്കാൾ 25% വില കുറച്ചാണ് ഭക്ഷണം നൽകുന്നത്. വിൽപ്പന വീതത്തിന്റെ 5% KSRTCക്ക് ലഭിക്കും. ദേശീയ സംസ്ഥാന പാതകളിലായി 140 കേന്ദ്രങ്ങളിൽ നിന്നും യാത്രക്കാർക്ക് ഭക്ഷണം നൽകാൻ കഴിയും. ചെക്കിംഗ് സ്റ്റോറുകളിൽ ബസ് നിർത്തുമ്പോൾ ഡ്രൈവർക്കും കണ്ടക്ടർക്കും സൗജന്യമായി ഭക്ഷണം നൽകാനും കരാറിൽ വ്യവസ്ഥയുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. ടെക്നോ പാർക്കിൽ നിന്ന് വാരാന്ത്യ സ്പെഷ്യൽ സർവീസ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്ന് വെള്ളിയാഴ്ചകളിൽ മറ്റു ജില്ലകളിലേക്ക് പ്രത്യേക സർവീസുകൾ നടത്തും. ആദ്യഘട്ടത്തിൽ തൊടുപുഴ, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കാണ് ആദ്യ സർവീസ്. ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ്. ഇതേ ബസ്സുകൾ തിങ്കളാഴ്ച രാവിലെ തിരിച്ചെത്തുന്ന വിധം സർവീസുകൾ ക്രമീകരിക്കും. പുഷ്പോത്സവ നഗരിയിൽ ഇശൽ സന്ധ്യയും പുഷ്പാലങ്കര ക്ലാസും. കണ്ണൂർ പോലീസ് മൈതാനിലെ പുഷ്പോത്സവ നഗരിയിൽ 2ാം ദിവസം ഇശൽ സന്ധ്യയും പുഷ്പാലങ്കര ക്ലാസും ഹിറ്റ് കലാവേദി കണ്ണൂരിന്റെ നേതൃത്വത്തിലാണ് ഇശൽ സന്ധ്യ അരങ്ങേറിയത്. പാചക മത്സരത്തിൽ പപ്പായ ഉപ്പേരി ഉണ്ടാക്കാനാണ് നിരവധി പേരാണ് എത്തിയത്. പുഷ്പാലങ്കര വിദഗ്ധൻ MK മധുവിന്റെ നേതൃത്വത്തിലാണ് പുഷ്പാലങ്കര ക്ലാസ് എടുത്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഗ്രീൻ പ്രോട്ടോകോൾ പരിശോധന നടത്തി. ഹരിതചട്ടമനുസരിച്ച് ബയോ ക്യാരി ബാഗുകളാണ് പുഷ്പോത്സവ നഗരിൽ ഉപയോഗിക്കേണ്ടത്. വ്യാപകമായി വ്യാജ ബയോ ക്യാരി ബാഗുകൾ വിപണിയിൽ എത്തിയിട്ടുണ്ടെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് വന്ന ഒരു സ്ഥാപനത്തിന്റെ സ്റ്റാളിൽ നാമമാത്രമായ അളവിൽ വ്യാജ ബയോ ക്യാരി ബാഗുകൾ കണ്ടെത്തിയത് പിടിച്ചെടുത്ത് താക്കീത് ചെയ്തു. പ്രദർശന നഗരിലെ സ്റ്റാളുകളിൽ നിന്ന് ശേഖരിച്ച ബാഗുകളുടെ സാമ്പിൾ ജില്ലാ സ്ക്വാഡ് തത്സമയം ഡൈക്ലോറോ മീഥേൻ ടെസ്റ്റ് നടത്തി ഉറപ്പുവരുത്തി. ബയോ ക്യാരി ബാഗിന്റെ സാമ്പിളുകൾ ഡൈക്ലോറോ മീഥേനിൽ പൂർണ്ണമായും അലിയിച്ചു ചേരും. എന്നാൽ മറ്റ് പ്ലാസ്റ്റിക്കിന്റെ സാമ്പിളുകൾ അയച്ചു ചേരില്ല. ഭക്ഷണ വിൽപ്പന സ്റ്റാളുകളിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് വയ്ക്കാൻ ആവശ്യമായ ബിന്നുകൾ സ്ഥാപിക്കാനും ജില്ലാ സ്ക്വാഡ് നിർദ്ദേശം നൽകി. ഭക്ഷണ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്താനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. നാളെ ശനിയാഴ്ച 3ാം ദിനത്തിൽ രാവിലെ 10-ന് മുഖ്യ നിർമ്മാണം, മെഴുകുതിരിയോടുകൂടി പുഷ്പാലങ്കരം എന്നിവയിൽ മത്സരം നടക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് ഫേസ് പെയിന്റിംഗ് മത്സരം, നാട്യതരംഗയുടെ കുച്ചിപ്പൊടി, 8-ന് കരോക്കെ ഗാനമേള എന്നിവ അരങ്ങേറും. ദേശീയ സമ്മതിദായക ദിനാചരണം നടത്തി. ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 16ാമത് ദേശീയ സമ്മതിദായക ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം സിനിമാ സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ കലക്ടറേറ്റിൽ നിർവഹിച്ചു. പുതിയ തലമുറ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ കലക്ടർ അരുൺ K. വിജയൻ അധ്യക്ഷനായി. ADM കലാഭാസ്കർ സമ്മതിദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകുന്നതിന് യുവതീ യുവാക്കൾക്ക് അവബോധം ഉണ്ടാവുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. തുടർന്ന് ജില്ലയിലെ BLOമാരെ ആദരിച്ചു. മുതിർന്ന വോട്ടർമാരും പുതിയ വോട്ടർമാരും തമ്മിലുള്ള ചർച്ചയും മുതിർന്ന വോട്ടർമാരെ ആദരിക്കുന്ന പരിപാടിയും നടന്നു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് കലക്ടർ എഗ്ദദ മുഫ്സിർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ KK ബിനി, ഹുസൂർ ശിരസ്തർ K. നിസാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, ജില്ലാ ELD കോർഡിനേറ്റർ ജെയ്സൺ ജോസഫ്, ജില്ലാ നിയമ ഓഫീസർ OT പ്രേംല തുടങ്ങിയവർ പങ്കെടുത്തു. പാർട്ടി ഫണ്ട് വെട്ടിച്ചു. പയ്യന്നൂർ MLAക്കെതിരെ പഴയ ആരോപണവുമായി മുൻ ഏരിയ സെക്രട്ടറി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പയ്യന്നൂർ MLAയുമായ TI മധുസൂദനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന V. കുഞ്ഞികൃഷ്ണൻ. മധുസൂദനൻ MLA പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ നടന്ന 3 പ്രധാന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചാണ് V. കുഞ്ഞികൃഷ്ണൻ വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ട്, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിലാണ് തിരിമറി നടന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്ത തികച്ചും തെറ്റാണെന്നും തള്ളിക്കളയുന്നുവെന്നും ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊണ്ടതാണ്. സമയബന്ധിതമായി വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നതിനുള്ള വീഴ്ച അല്ലാതെ വ്യക്തിപരമായി ആരും ധനാപഹരണം നടത്തിയിട്ടില്ലെന്ന് കമ്മീഷൻ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചതുമാണ്. 2021 ഉയർന്നു വന്ന ആക്ഷേപത്തെ തുടർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച കമ്മീഷൻ പരിശോധന നടത്തുകയും
കമ്മീഷന്റെ റിപ്പോർട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ചില സംഘടനാ നടപടികൾ പാർട്ടി സ്വീകരിച്ചതുമാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയും പാർട്ടി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയും നിശ്ചയിച്ച കമ്മീഷനുകളാണ് വിവിധ ആക്ഷേപങ്ങളെക്കുറിച്ച് അതത് ഘട്ടത്തിൽ അന്വേഷിച്ച് അതത് കമ്മിറ്റികൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഈ ചർച്ചയിലും തീരുമാനങ്ങളിലും വി കുഞ്ഞികൃഷ്ണനും പങ്കാളിയായതാണ്. അതിനുശേഷം പാർട്ടിയുടെ വിവിധ ഘടക സമ്മേളനങ്ങൾ നടന്നുകഴിഞ്ഞു. സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ വി കുഞ്ഞികൃഷ്ണൻ പുതിയ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഈ ആരോപണങ്ങൾ മാധ്യമങ്ങളിലും മറ്റും വാർത്തയായി വരുന്ന നിലയുമുണ്ടായി. ഉന്നയിച്ച കാര്യങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ച കമ്മീഷൻ അന്വേഷിക്കുകയും അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുകയുമുണ്ടായി. വിഭാഗീയ ലക്ഷ്യങ്ങളോടെ തെറ്റായ ആരോപണങ്ങൾ ബോധപൂർവം ഉന്നയിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വി കുഞ്ഞികൃഷ്ണനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതുമാണ്. 8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് വി കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞതുമാണ്. അതിനുശേഷം പാർട്ടിയുടെ വിവിധ ഘടക യോഗങ്ങളിലും പരിപാടികളിലും വി കുഞ്ഞികൃഷ്ണൻ പങ്കെടുത്തതുമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കോടാലി കൈയായി മാറുന്ന തരത്തിലാണ് കുഞ്ഞികൃഷ്ണന്റെ പ്രവൃത്തി. പാർട്ടിയെ ബഹുജന മധ്യത്തിൽ ഇകഴ്ത്തിക്കാട്ടുന്ന കുഞ്ഞികൃഷ്ണന്റെ ഈ നടപടിക്ക് പാർട്ടിക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പാർട്ടിയിൽ അതത് കാലഘട്ടത്തിൽ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യമായ സംഘടനാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയെ ബഹുജന മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് എതിരാളികൾക്ക് കടന്നാക്രമിക്കാൻ ആയുധം നൽകുന്ന കുഞ്ഞികൃഷ്ണന്റെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾ പാർട്ടി തള്ളിക്കളയുന്നുവെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ചേർത്ത വോട്ടുകൾക്ക് വേണ്ടത്ര പരിശോധന നടത്തിയില്ല. ബൂത്ത് ലെവൽ ഓഫീസർ തലത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റ് തലത്തിലും വേണ്ടത്ര പരിശോധന നടത്താതെയാണ് വോട്ടർ പട്ടികയിൽ ലക്ഷത്തിലധികം പേരെ ഇപ്പോൾ കൂട്ടിച്ചേർത്തതെന്ന് CPIM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു. കിട്ടിയ അപേക്ഷകൾ മറ്റും പരിശോധനയൊന്നും കൂടാതെ പട്ടികയിൽ ചേർക്കുകയാണ്. ഇവർ മാറി വന്നതാണോ വേറെ സ്ഥലത്ത് വോട്ടറാണോ എന്നതിനൊന്നും വ്യക്തതയില്ല. രജിസ്റ്റേർഡ് മൊബൈലിൽ നിന്നും ഉടമ അറിയാതെ വേറെ വോട്ട് ചേർക്കുന്നതിലും ദുരൂഹതയുണ്ട്. തളിപ്പറമ്പിൽ 2 ബൂത്തിലായി 3 ഇതര സംസ്ഥാന വോട്ടുകൾ കടന്നു വന്നതിന് കൃത്യമായ തെളിവുണ്ട്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 2 ലക്ഷത്തിലധികം വോട്ടർ അപേക്ഷ വന്നതിലും അസ്വാഭാവികതയുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നും കെ രാഗേഷ് ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.